ഇത് കടല അല്ലേ? ഇത് കടല പായസം. ഇത് പ്രത്യേകിച്ച് പറയാം, പായസം കട ഇവിടെ വേറെ ഒന്നുമില്ല, പായസം മാത്രമേ ഉള്ളൂ. കടല പായസം. ഇത് ഏതാട്ടെ ചേച്ചി? ഓ, ഇത് വെർമസില്ലി അല്ലേ? അതെപ്പോഴാ വരുന്നത്? വെറൈറ്റി പായസം ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? കരിക്കും പായസം, ഈത്തപ്പഴ പായസം, ഉണ്ട്. ബുധനാഴ്ച ക്യാരറ്റ് ഉണ്ട്. ഇതൊക്കെ വിറ്റ് പോകണുണ്ടോ? ഓ, നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വാങ്ങുന്നുണ്ടോ? വാങ്ങുന്നുണ്ട്. ഇത് അടപ്പായസം അല്ലേ? നമസ്കാരം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല. ഏലാപ്പുറം. അതായത് നമ്മുടെ മണനാക്കി നിന്ന് ആറ്റിങ്ങൽ പോകുന്ന വഴിക്ക് ഏലാപ്പുറം ആ ഒരു ടൗണിൽ ആ ജംഗ്ഷൻ എത്തുമ്പോൾ അവിടെ അപ്പം ഇതുവഴി പോകുമ്പോഴേക്ക് അസഹ്യമായ മണമാണ്. പായസക്കട എന്നൊരു ബോർഡുണ്ടായിരുന്നു. ഈ മണം കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ലൈവാണിത്. രാവിലെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ. രാവിലെ 2 സ്ത്രീകൾ അവരുടെ കഠിനാധ്വാനമാണ്. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തുടങ്ങും. 10 മണിക്ക് കംപ്ലീറ്റ്. 10-10:30 മണിക്കാണ് നമ്മൾ ലേറ്റായി പോയി. ഉണ്ടാക്കുന്ന കിടക്കാൻ പറ്റിയില്ല. അതായത് രാവിലെ വരണം, എടുക്കണമെങ്കിൽ രാവിലെ വരണം. രാവിലെ വന്നാൽ നിങ്ങൾ ഇവിടുത്തെ കാണാൻ കഴിയും സംവിധാനങ്ങളെല്ലാം. എന്തായാലും വല്ലാത്തൊരു മണം കേട്ടോ. നല്ല മണം. ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഈ മണമാണ് മൂക്കടിച്ച് കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 50 മീറ്റർ 100 മീറ്റർ ഇങ്ങോട്ട് പോയാലും ആ ഒരു സ്മെല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഏരിയയിൽ മൊത്തം. നജിമ ചേച്ചിയാണ് നിൽക്കുന്നത്. ചേച്ചിയാണോ അതൊക്കെ ഉണ്ടാക്കുന്നത്? അതാരാ ഉണ്ടാക്കുന്നത്? പായസക്കട ഫേസ്ബുക്കിലുണ്ടല്ലേ? ഓക്കെ, അത് കട്ട് ചെയ്തോ, കുഴപ്പമില്ല. അതായത് പുള്ളി ഇവിടെ ഇല്ലല്ലോ ഇപ്പോ. അത് കുഴപ്പമില്ല, അത് വേറെ ചാനൽ ചെയ്തതല്ലേ. ഏതായാലും ഞാൻ ഈ ഒരു മണം എപ്പോഴും ഞാൻ വർക്കലൊക്കെ പോകുന്ന മനുഷ്യനാണ്. അപ്പോഴത്തേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ ഈ സ്മെല്ല് ഇങ്ങനെ ഇപ്പം അന്നോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഈ വാർത്ത ചെയ്യണമെന്ന്. ഇപ്പം എന്തായാലും ഇന്നൊരു ആകസ്മികമായിട്ട് മണനാക്കിൽ എനിക്ക് വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങി, അപ്പോൾ ഞാൻ വാർത്ത ചെയ്യുന്നു. ചേച്ചി, ഇതാ ഇവിടെ എല്ലാം ലൈവായിട്ടാണ് ചെയ്യുന്നല്ലേ? എത്ര മണിക്ക്? അങ്ങോട്ട് വാ. എത്ര മണിക്ക് തുടങ്ങും? ഇപ്പം കഴുകി വെച്ചു, എല്ലാം കഴിഞ്ഞു അല്ലേ? ഇത് കാണിച്ചേ, പായസമൊക്കെ ഒന്ന് കാണിച്ചേ, നോക്കട്ടെ, തുറന്നു നോക്കണം. ഇത് കടല അല്ലേ? ഇത് കടല പായസം. ഇത് പ്രത്യേകിച്ച് പറയാം, പായസം കട ഇവിടെ വേറെ ഒന്നുമില്ല, പായസം മാത്രമേ ഉള്ളൂ. കടല പായസം. ഇത് ഏതാട്ടെ ചേച്ചി? ഓ, ഇത് വെർമസില്ലി അല്ലേ? അതെപ്പോഴാ വരുന്നത്? വെറൈറ്റി പായസം ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? കരിക്കും പായസം, ഈത്തപ്പഴ പായസം ഉണ്ട്. ബുധനാഴ്ച ക്യാരറ്റ് ഉണ്ട്. ഇതൊക്കെ വിറ്റ് പോകണുണ്ടോ? ഓ, നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വാങ്ങുന്നുണ്ടോ? വാങ്ങുന്നുണ്ട്. ഇത് അടപ്പായസം അല്ലേ? ഒരു കുഴപ്പമില്ലാതെ നമുക്കൊരു പോകുന്നുണ്ട്. പായസം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ്. നമ്മുടെ ഒരു സദ്യ ആയാലും എന്തായാലും എവിടെയായാലും പായസമില്ലാത്തൊരു, എനിക്കൊന്നും കേരളത്തിൽ മാത്രമേ, അങ്ങോട്ടൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്വീറ്റ്സ് ഉണ്ട്, പക്ഷേ പായസം എന്ന സാധനം കേരളത്തിലെ സ്വന്തം കാര്യമാണ്. അത് അല്ലേ? പായസം കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഇടത്തില്ലല്ലോ അല്ലേ? അവിടെ സ്വീറ്റ്സ് ഒക്കെ അല്ലേ ഉള്ളൂ. പായസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം സ്വന്തമല്ലേ? സദ്യയിൽ പായസമില്ലേ പിന്നെ എന്താ ഉള്ളത്? അവസാനം മറ്റേ പപ്പടവും പഴമൊക്കെ കുഴച്ച് പായസം അടപ്പായസം കഴിയുമ്പോൾ ബോളി ഉണ്ടാച്ചി. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള തന്നെ വയനാടായാലും കോഴിക്കോടായാലും കണ്ണൂരായാലും കാസർഗോഡായാലും അങ്ങോട്ട് ഈവൻ നമ്മുടെ എറണാകുളം ആയപ്പോലും ആർക്കും അറിയാത്ത സാധനം നമ്മുടെ ഈ സ്വന്തം തിരുവനന്തപുരത്തിൻ്റെ ബോളി. ഈ ബോളിയും പാലടപ്രഥമനും അല്ലേ ചേച്ചി? ഈ ബോളിയും പാലടപ്രഥമനും എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരംകാരുടെ എന്താ പറയുക, ഇതിനോടെല്ലാം ചേരും. ബോളിക്കകത്തെല്ലാം ചേരും. ഈ ബോളി ഇവിടെ ഉണ്ടാക്കുന്നതാണോ? ബോളി ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ? വാങ്ങിക്കുന്നതാണ്. എന്തായാലും ഞാൻ അതും കൂടി പറയണേ. കാരണം വെച്ചാൽ ഈ പറയുന്ന ബോളിയും പായസം കൊണ്ടൊരു മിക്സ് ഉണ്ട്. അത് ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും, പക്ഷേ പുറത്തുള്ള ആൾക്കൊന്നും അറിഞ്ഞൂടാ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വരുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഞാൻ ആദ്യം മാറ്റി കൊടുക്കുന്ന ബോളിയും പായസമാണ്. കാരണം അവർക്കൊന്നും അവിടെ നിന്ന് കിട്ടത്തില്ല. അത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ് ബോളിയും പായസവും. ചേച്ചി, ഈ പായസക്കട നേരത്തെ അറിയാമായിരുന്നോ?
റൈസുകൾ നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് വാങ്ങിക്കാൻ വരുന്ന കട ഞാൻ ഡെയിലി പോകുമ്പോൾ ഈ മണം സഹിക്കാൻ പറ്റില്ലല്ലേ? നല്ല മണമല്ലേ? ഞാൻ ഈ മണം കേട്ടങ്ങോട്ട് കയറിയത്. ഞാൻ കാര്യം എന്ന് ഓഫീസിൽ പോകുമ്പോഴേക്കും എനിക്ക് വാങ്ങിക്കാൻ സമയം കിട്ടില്ല. ഇന്ന് ഞാൻ ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് വന്നിട്ട് വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു വന്നത്. 130. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളൊന്നും വലിയ കടകളൊന്നും പരിചയപ്പെടുത്തുന്നില്ല. നമ്മൾ ഈ പരിചയപ്പെടുന്ന കടകളൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകൾ, നല്ല ഫുഡ്, കുറഞ്ഞ കാശിന് കിട്ടുന്ന. ചേച്ചി ഈ പായസമൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നുണ്ട്? വിലയെന്ന് പറയാ ചേച്ചി? നമ്മൾ വിലയൊക്കെ ഇത് ഇതിലുണ്ട്. 1 ലിറ്റർ ആണെങ്കിൽ 250, അരയാണെങ്കിൽ 130, 280, 70 അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും. ഒരു ഗ്ലാസ് 40 രൂപയുണ്ട്, 60 രൂപയുണ്ട്, എല്ലാം ഗ്ലാസിനും കൊടുക്കും. ഇപ്പം എന്തായാലും അമ്മ എനിക്ക് ഒരു പ്ലേറ്റിനകത്ത് ഒരു ബോളി തന്നിട്ടുണ്ട്, കടലപ്പായസമുണ്ട്, അടപ്പായസമുണ്ട്, ബ്രഹ്മസിലിയുണ്ട്. എന്തായാലും നമ്മൾ ടേസ്റ്റ് ഈ ഒരു മണമാണ് എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചത്. എപ്പോൾ ഇതുവഴി പോയാലും ഗംഭീര മണമാണ്. ഇപ്പം ഞാൻ ഒരു ചേച്ചി വന്നു, ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഒരു ചേച്ചിയും പറഞ്ഞു ഈ മണം കേട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരം സദ്യ കഴിച്ചവർക്ക് അറിയാൻ പറ്റും. ഈ അവസാനം നമ്മൾ സാമ്പാറും പരിപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ രസവും മോരും തരുന്നതിന് മുന്നേ നമുക്ക് ബോളിയും ഈ പറയുന്ന പായസവും തരും. അതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഈ കല്യാണ സദ്യയും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മ ഏതാ നല്ലത്? എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ ഇപ്പം ഞാൻ ഈ നല്ല എനിക്ക് ആ കല്യാണത്തിന് ഈ കല്യാണ സദ്യ ഒരുക്കുന്ന നല്ലോണം ഉണ്ടാക്കുന്നത്. കല്യാണ സദ്യയിൽ അതേ ശരിക്കും എനിക്ക് ഈ കല്യാണ സദ്യയിലെ സാമ്പാറൊക്കെ അല്ലേ അമ്മ, ഈ സാമ്പാറിൻ്റെ മണമടിക്കാൻ അറിയാൻ പറ്റും എന്തെങ്കിലും കുറവുണ്ടോ അല്ലേ. അത് നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പായസത്തിൻ്റെ മണം കേട്ട് ഞാൻ വിലയേട്ടാ ഈ മണം കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വന്നു പോകും ഇവിടെ അല്ലേ. കാരണം ഇവിടുത്തെ അങ്ങോട്ട് പോകുമ്പോൾ അത്രയും ദൂരം അവിടെ അങ്ങോട്ടപ്പത്തിലൂടെ ഈ മണമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ. എന്തെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഗംഭീര സാധനം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആകെ തരാം. എന്തായാലും പറയാതെ വയ്യ. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ കിട്ടുമ്പോൾ അതേ സ്വാദ്, അതേ ടേസ്റ്റ്, അതേ മണം, അതാണ് ഞങ്ങളെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഈ കൊച്ചു കൊച്ചു കടകളാണ് നോക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ കാശിന് നല്ല ഫുഡ് കിട്ടുന്നതും നമ്മുടെ എന്താ പറയുക നമ്മളെ ബഡ്ജറ്റിന് അത് നിൽക്കുന്ന ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിങ്ങൽ ഇവിടെ വർക്കല പരിസര പ്രദേശങ്ങളുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇത് നേരെ നമ്മളെ വണനാക്കിയിൽ നിന്ന് ആറ്റിങ്ങി പോകുന്ന റൂട്ടാണ്. നേരെ ആ ഒരു ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ കട. ഒരിക്കലെങ്കിലും വന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക അതൃപ്തി തോന്നത്തില്ല. കാരണം അത്ര ടേസ്റ്റിയാണ് സാധനം. ചേച്ചി അപ്പോൾ ഗ്ലാസ്സിലും അല്ലേ ഈ ഡപ്പിയിലേക്ക് കൊടുക്കണുണ്ടല്ലേ? ആ ഈ ഡപ്പി കൊടുക്കണുണ്ട്. ഗ്ലാസ്സിൽ എത്ര ചേച്ചി പറഞ്ഞത്? ഗ്ലാസ് 40, 60 ഉണ്ട്, 40 ഉണ്ട്, നല്ല 60 40 ഗ്ലാസ് ഉണ്ട്. ആണോ? ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഈ പരിചയപ്പെടുത്തുന്നതെല്ലാം ഈ പറയുന്ന ചെറിയ ചെറിയ കടകൾ, സൗഷ്ഠമായ കടകൾ, വളരെ റീസണബിളായ പ്രൈസിൽ ആൾക്കാർ കിട്ടുന്ന കടകൾ, അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതൊരു പക്ഷേ ചിലപ്പം ഒരുപാട് പേർക്കൊന്നും അറിയില്ല. പക്ഷേ അത് അറിയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയുണ്ട് കട. മണനാക്കിയിൽ നിന്ന് ആറ്റിങ്ങി പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലാണ് ഈ കട. പായസ കട എന്നാണ് പേര്. ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ തന്നെ ഈ ബോർഡൊന്നും വേണ്ട, ആ നല്ലൊരു മണം വരും. ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സ്പേസിനുവേണ്ടി ക്യാമറ അനീഷിനൊപ്പം ശ്രീത്ത് മാരാർ സൈനികർ.